കേരളത്തിലെ പ്രതിപക്ഷം കേരള നിയമസഭയിൽ പുറത്തും ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ള വിഷയത മലയോരത്തെ വന്യജീവി ആക്രമണവും തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ സങ്കടങ്ങളുമാണ്. ഈ വിഷയം കഴിഞ്ഞ 3 വർഷമായി നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരുന്ന പ്രതിപക്ഷമാണ്. നിങ്ങൾക്ക് പിന്നെ അദ്ദേഹം പാർട്ടി വിട്ട് പോന്നപ്പോൾ അതൊരു വാർത്തയായപ്പോൾ അയാൾ ഫോറസ്റ്റ് ഓഫീസ് തല്ലി പൊളിച്ചതൊക്കെ നിങ്ങൾ വാർത്തയാക്കി. ഞങ്ങൾ കൊണ്ടുവന്ന ഈ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് മാത്രം 10 പ്രാവശ്യം നിയമസഭയിൽ ഈ വിഷയം കൊണ്ട് തന്നെ 10 പ്രാവശ്യം ഞങ്ങൾ പിന്നെ UDF-ന്റെ ചരിത്രത്തിൽ ആദ്യമായി, കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഇതുപോലൊരു വിഷയം ഉയർത്തിപ്പിടിച്ച് മലയോര സമരയാത്ര നടത്തി. മലയോരങ്ങളിലൂടെ മുഴുവൻ ഈ പ്രദേശങ്ങളിൽ ഈ വിക്ടിംസിനെ മുഴുവൻ അണിനിരത്തി, മുഴുവൻ ഈ നിലമ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വന്ന് ഞങ്ങൾ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്ത് ഞങ്ങൾ ഫോക്കസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷം അത് ചെയ്തത് കണ്ണടയ്ക്കുക, മനഃപൂർവ്വം കണ്ണടയ്ക്കുക, എന്നിട്ട് താല്പര്യങ്ങൾക്കനുസരിച്ച് വേറെ ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാം. അല്ല, അതിന്റെ ചോദ്യം ഇതാണ് ശ്രീ സതീശൻ, അതായത് അതിന്റെ ചാമ്പ്യൻ ആവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇവിടുത്തെ തന്നെ മലയോര ജനതയ്ക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ അവരുടെ പിന്തുണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് തന്നെയാണ്? 100% മലയോരത്തെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും. അവരുടെ പ്രതിഷേധം, അവരുടെ അമർഷം, അവരുടെ ഭീതി, അവരുടെ ഉത്കണ്ഠ അതെല്ലാം വോട്ടിൽ പ്രതിഫലിക്കും. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. മലയോര സമരയാത്ര നടത്തി ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത വാക്കെന്താ? UDF അധികാരത്തിൽ വന്നാൽ നിങ്ങളെ ഇതുപോലെ വിധിക്ക് വിട്ടുകൊടുക്കില്ല, നിങ്ങളെ ഞങ്ങൾ ചേർത്ത് നിർത്തും, നിങ്ങളുടെ പ്രശ്നത്തിന് ഞങ്ങൾ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും.